നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അതിരാവിലെ ഉണർന്ന് 5:30 ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ മുഴുവൻ ലിസ്റ്റുകൾ എടുത്തു നോക്കൂ. അവർക്കെല്ലാം ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം 133 മേലെ വാങ്ങിയ കുട്ടികളാണ്. അത് ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, തൃശ്ശൂർ, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ എല്ലാ കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ട്. അവർക്കെല്ലാം ആ ജില്ലയിൽ ഇപ്പോൾ ഈ വർഷം ഈ കട്ട് ഓഫ് മാർക്ക് കൂടി. കഴിഞ്ഞ വർഷം 120 വരെയൊക്കെ എത്തിനിരുന്ന കട്ട് ഓഫ് മാർക്കാണ് ഇപ്പം വർദ്ധിച്ചത്. അതിൻ്റെ അർത്ഥം എല്ലാ കുട്ടികളും നന്നായിട്ട് എഴുതി എന്നതാണ്. പൊതുവെ കഴിഞ്ഞ പ്രാവശ്യം മാറ്റ് എളുപ്പമായിരുന്നു, സാറ്റിൽ തന്നെ സോഷ്യലും വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും മാർക്ക് കുട്ടികൾക്ക് കിട്ടിയത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ ചുരുക്കം ചില കുട്ടികളെ മാത്രമേ എടുക്കുകയുള്ളൂ. 345 കുട്ടികളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ 345 ടോപ്പ് ലെവലിലെ കുട്ടികൾ. ഇപ്പം നമുക്ക് NMMSC നേടിയ കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോസൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അയച്ചു തന്ന ഫോട്ടോ വെച്ചിട്ട് നാളെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ആ കുട്ടികളുടെ ഫോട്ടോ, അവർക്ക് കിട്ടിയ മാർക്കും ഞാൻ അയക്കുന്നുണ്ട്. ബാക്കിയുള്ള ആ നേടിയ കുട്ടികളും അതുപോലെ എലിജിബിളായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 40, 80 മേലെ, അല്ലെങ്കിൽ 36, 72 മേലെ വന്ന കുട്ടികളൊക്കെ എലിജിബിളാണ്. പക്ഷെ എലിജിബിളായ കുട്ടികൾക്ക് പൈസ കിട്ടില്ല. അത് ഈ 345 ടോപ്പ് മാർക്കുള്ള കുട്ടികളെ കിട്ടും. അപ്പം ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ USSന് ഇരിക്കുന്ന കുട്ടികളുണ്ട്. പ്രത്യേകത USSനും അതുപോലെ NMMSC ന്യൂമാത്സ് എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഈ 3 ക്ലാസ്സിലും ഈ 3 സ്കോളർഷിപ്പിനും 6ാം ക്ലാസ്സിലെ ന്യൂമാത്സ്, അതുപോലെ 7th സ്റ്റാൻഡേർഡിലെ USS, 8th സ്റ്റാൻഡേർഡിൽ എഴുതാൻ പോകുന്ന NMMS, ഇതിൽ 3ൽ വരുന്ന കണക്ക് പരീക്ഷ, അതിലെ ചോദ്യങ്ങൾ മിക്സഡ് ആണ്. ന്യൂമാത്സിൻ്റെ ചോദ്യങ്ങൾ സത്യത്തിൽ ഒരു 10th സ്റ്റാൻഡേർഡിലെ കുട്ടിക്ക് പോലും എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ആ പ്രതിഭകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 6ാം ക്ലാസ്സിലെ ചോദ്യമല്ലേ അത് 7ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 8ാം ക്ലാസ്സുകാരൻ എഴുതി കളയാന്ന് വിചാരിച്ചാൽ നടക്കുന്ന ചോദ്യമായിരിക്കില്ല. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കുക. അപ്പോൾ അവർക്കും ഈ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഇങ്ങനെയുള്ള ക്ലാസ്സിൽ പൊതുവായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചങ്ങോട്ട് എത്തിയാൽ നമ്മൾ NMMSC വേറെ, USS വേറെ, ന്യൂമാത്സ് വേറെ ആയിട്ട് തരംതിരിക്കും. ഇപ്പോൾ പൊതുവായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ചില കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് വേണം, കോളേജ് നോട്ട് ബുക്ക്, ഒരു പെൻസില്, സ്കെയില്, റെഡ് ഇങ്ക് പേന, ഇതൊക്കെ കരുതിയിരിക്കുക. ഇനിയിപ്പം നേരെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ റഫ് നോട്ടിലാണ് എഴുതുന്നതെങ്കിൽ റഫായിട്ട് എഴുതി വെക്കാം. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ നമ്മൾ നമ്പർ ഇട്ടാണ് കൊടുക്കുക, NMMSC എന്നുള്ള നമ്പർ ഇട്ടാണ് കൊടുക്കുക. ഇസാണ് മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അക്കങ്ങൾ എന്നാണ് ഡിജിറ്റ്സ് എന്നതിൻ്റെ അർത്ഥം. ദ ബേസ് ഓഫ് നമ്പേഴ്സ് ആർ ഡിജിറ്റ്സ്. ഏത് നമ്പേഴ്സിൻ്റെയും ബേസ് ഡിജിറ്റാണ്. ഈ ഡിജിറ്റ് ഇല്ലെങ്കിൽ ഒരു നമ്പറും ഇല്ല. അത് നാച്ചുറൽ നമ്പർ ആയാലും, ഓഡ് നമ്പർ ആയാലും, ഈവൻ നമ്പർ ആയാലും, ഫ്രാക്ഷൻ ആയാലും, ഡെസിമൽ ആയാലും, ഏതായാലും ഡിജിറ്റ്സ് വേണം. സോ ആദ്യം പഠിക്കുന്നത് ഡിജിറ്റ്സ് ആണ്. അത് ഏത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 0 ഈസ് ദ ലീസ്റ്റ് ഡിജിറ്റ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 to 9 we have how many digits? 10 digits. കോഹോസ്റ്റ് ആയ കുട്ടി ഒന്ന് മറുപടി പറഞ്ഞാൽ മതി. എല്ലാവരും കൂടി വിളിച്ച് പറയണമെന്നില്ല. ഒരു കോഹോസ്റ്റ് ആയ മറുപടി പറഞ്ഞാൽ മതി. ഈ 0 is the least digit, 9 is the largest one digit, and largest 2-digit number is 99. Largest 3-digit number is
999. And what is the largest 4-digit number? 9,999. ഓക്കെ, ഒരാൾ പറഞ്ഞാൽ മതി. ഒരാൾ പറഞ്ഞാൽ നമുക്കിത് റെക്കോർഡ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത്. അതാരാ ഏറ്റെടുക്കുക? ധ്യാനം ഏറ്റെടുക്കുമോ ആ മറുപടി? ഓക്കെ ഓക്കെ, അപ്പൊ ഒരാൾ ഏറ്റെടുക്കുക. ഒരാൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ കയറി പറഞ്ഞാൽ മതി. Then the smallest 4-digit number is 1000. അവിടെ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളോട്, LSSന്റെ കുട്ടികളോട് പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വരാം. Which is the largest 4-digit number without repeating the digits, that is 9876. This is without repeating. ലാർജസ്റ്റ് 4-digit നമ്പർ ചോദിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്പറാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലാർജസ്റ്റ് 4-digit നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ചോദിച്ചാൽ അവിടെ 984976 ആണ്. അപ്പൊ അവിടെ 9876 ആണ്. And which is the smallest 4-digit without repeating the digit? 1023. 1023. ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ധ്യാന ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണേ. കോഹോസ്റ്റായ കുട്ടികൾക്ക് അവിടുന്ന് ഓഫ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം എല്ലാവരെയും. ഇപ്പം പറയാൻ പറ്റുന്നുണ്ടോ ധ്യാന? യെസ്, ഓക്കെ. ഇപ്പൊ മൈക്ക് മറ്റുള്ള കുട്ടികൾ ഓഫാണ്. അത്യാവശ്യത്തിന് ടൈപ്പ് ചെയ്താൽ പറയാം. ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് LSSന്റെ കുട്ടിയായാലും USSന്റെ കുട്ടിയായാലും ന്യൂമാത്സിന്റെ കുട്ടിയായാലും ഇനി PSCക്കാരോടായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട് ഈ ഇതിൽ നിന്ന്. ആർക്കും പറയാൻ പറ്റുമോ ഇതിൽ നിന്ന് എന്ത് ചോദ്യമാണ് പ്രതീക്ഷിക്കുക? ഈ ഡിജിറ്റ്സ് മാത്രം വെച്ചുകൊണ്ട് ഒരു ചോദ്യം നമുക്ക് സാധാരണഗതിയിൽ വരാറുണ്ട്. ഏതായിരിക്കും ചോദ്യം? സം ഓഫ് ഡിജിറ്റ്സ് ചോദിക്കാൻ പറ്റുമെങ്കിൽ അതേ സമയത്ത് ഈ ഡിജിറ്റിനെ വെച്ചുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. അതൊന്ന് എഴുതിയെടുത്തോളൂ മക്കള്. ക്വസ്റ്റ്യൻ 1. Which is the largest? Which is the largest? Repeating number when we write 1 to 100. Which is the largest repeating digits when we write 1 to 100? നമ്മൾ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഡിജിറ്റ്സ് ഏതാണ്? 1. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഡിജിറ്റ് 1 ആണ്. ഇത് 2 വർഷം മുമ്പ് NMMSക്ക് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 9 എത്ര തവണ ആവർത്തിക്കുന്നു എന്ന ചോദ്യം. How many times 9 is repeating? 20 times. അപ്പൊ നിങ്ങൾക്ക് റൈറ്റിംഗ് കൊണ്ട് ഇവിടെ എഴുതി വെക്കാം. When we write 1 to 100, 0 is repeating 11 times, 1 is repeating 21 times, 2 is 20 times, and others are 20 times. ബാക്കി എല്ലാം 20 തവണയാണ്. വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ 1 മുതൽ 100 വരെ എഴുതി നോക്കുക, ഇങ്ങനെ ഉണ്ടാവും. ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാമോ ധ്യാന? ചെയ്തു. വെരി ഗുഡ് ടൈപ്പ് ചെയ്ത്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാം. 3 20 തവണയാണ്, 4 20 തവണയാണ്. അപ്പോൾ ഡിജിറ്റ്സ് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദ ബേസ് ഓഫ് നമ്പേഴ്സ് ആർ ഡിജിറ്റ്സ്. ഡിജിറ്റ് ആണ് എല്ലാത്തിൻ്റെയും ബേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നമ്പർ നമ്മൾ പഠിച്ചെടുക്കണം. ഹോൾ നമ്പേഴ്സ്. ഇതിന്റെ മലയാളം മീഡിയം ഉണ്ടോ? ഇതില് മലയാളം മീഡിയക്കാരുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി യെസ്.
ഉണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എസ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ധ്യാന? ഇല്ല. അപ്പൊ മലയാളം മീഡിയം ഇല്ല. അഖണ്ഡ സംഖ്യ. എന്താണ് ഈ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ? അതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ദ ലീസ്റ്റ് ഹോൾ നമ്പർ ഈസ് 0. 0, 1, 2, 3, 4, 5 dash dash dash. These are called whole numbers. The least whole number is 0. ഇനി ഇവിടെ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ചോദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോരെ? What is the product of first 5 whole numbers? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ആൻസർ ടൈപ്പ് ചെയ്യാം. What is the product of first 5 whole numbers? ആദ്യത്തെ 5 ഹോൾ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എത്രയാണ്? ആൻസർ വന്നല്ലോ. ഒരു കുട്ടി ആൻസർ ഒന്ന് വായിച്ചു. 0 into 1 into 2 into 3 into 4. 1, 2, 3, 4, 5. അപ്പൊ 0 to 4 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ ആൻസർ എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്? 0 ആണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 0 ആണ്. 1 into 0 0. And what is 10 into 0? 0. ആ ചെറിയ 0 എന്നല്ല, ബിഗ് 0 തന്നെ ആയിരിക്കണം. അപ്പോൾ 0യുടെ മൾട്ടിപ്പിൾ എപ്പോഴും 0യിലാണ് അവസാനിക്കുക. അപ്പൊ ഇവിടെ ഒരു കാര്യം പഠിച്ചു. ദ ലീസ്റ്റ് ഹോൾ നമ്പർ ഈസ് 0. ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ഓർ എനി നമ്പർ, പ്രൊഡക്റ്റ് ഓഫ് ഹോൾ നമ്പർ ഈസ് 0 എന്ന കാര്യം മനസ്സിലാക്കി. അടുത്തതിലേക്ക് പോകാം. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പുതിയ കുട്ടികൾ വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നത്. ഇത് പറഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. കാരണം സാറ്റിൽ വരുന്ന 20 ചോദ്യങ്ങൾ, അത് ന്യൂമാത്സിനൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനൊക്കെ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ. അടുത്ത ഏതൊക്കെ നമ്പർ നിങ്ങൾക്കറിയാം? അതിനു മുമ്പ് നാച്ചുറൽ നമ്പേഴ്സിനെ കൊണ്ട് ഒരു കളിയുണ്ട്. ഈ നാച്ചുറൽ നമ്പേഴ്സിന് വേറൊരു പേരുണ്ടല്ലോ മക്കളെ. നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് കൗണ്ടിങ് നമ്പർ. കൗണ്ടിങ് നമ്പർ. കൗണ്ടിങ് നമ്പറിന്റെ പർപ്പസ് എന്താണ്? What is the use of counting number? It is for counting. It is for counting. The least counting number is 1. 1, 2, 3, 4 dash 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 dash. So the least counting number is 1. അപ്പോൾ ഈ കൗണ്ടിങ് നമ്പർ വെച്ചിട്ട് അതിൽ നമുക്ക് വേറെ 2 നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1, 3, 5, 7. These numbers are called odd numbers. Then 2, 4, 6. These numbers are called even numbers. The even number can exactly divisible by 2. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 സിസ്റ്റം വരുന്ന അല്ലെങ്കിൽ സിസ്റ്റം വരാത്ത നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് സംഭവിക്കും? റിമൈൻഡർ 0 ആയിരിക്കില്ല. റിമൈൻഡർ 0 ആയിരിക്കില്ല. ഏതെങ്കിലും റിമൈൻഡർ കിട്ടുമല്ലോ, അതേതായിരിക്കും? എങ്ങനെ? ഓഡ് നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു ഓഡ് നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 1 ആയിരിക്കും. ഈവൺ നമ്പേഴ്സിനെ 2 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 ആയിരിക്കും. അപ്പോൾ 1 സിസ്റ്റം വരുന്ന സംഖ്യകൾ അത് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സായിട്ട് തിരിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു നമ്പറിലേക്ക് പോകാം.
അത് നിങ്ങളുടെ നല്ല നോട്ട് ബുക്കിൽ വൃത്തിയിൽ ഇങ്ങനെ എഴുതണം, മിഡിലായിട്ട് എഴുതണം. 1 ഈസ് ഈക്വൽ ടു 1, 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെ തന്നെ എഴുതണേ. 1 ഇങ്ങോട്ട് ഇറങ്ങി വരണം. അത് ഇറങ്ങി വരണമെങ്കിൽ 1ന്റെ ചോട്ടിൽ 2 എഴുതിയിട്ട് 2ന്റെ ചോട്ടിൽ 3 എഴുതുക. 3 പ്ലസ് പിന്നെ റിവേഴ്സ് പോട്ടെ, 2 പ്ലസ് 1, അപ്പോൾ 1 ഇങ്ങോട്ട് ചാടിക്കോളൂ. ദാറ്റ് ഈസ് 6. 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1, that is 10. 5 plus 4 plus 3 plus 2 plus 1, that is 15. അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1, ആ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേരും മാറുകയാണ്. ട്രയാങ്കുലർ നമ്പറാണ്. ട്രയാങ്കുലർ നമ്പർ. ഈ ട്രയാങ്കുലർ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത് ധ്യാന? Sum of natural numbers starting from 1. Sum of consecutive natural numbers starting from 1 will get the triangular number. ട്രയാങ്കുലർ നമ്പർ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1, 3, 6, 10, 15 ആയാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 21. നെക്സ്റ്റ് നമ്പറോ? 27 അല്ല. 27 അല്ല, 28 ആണ്. നെക്സ്റ്റ് 36. നെക്സ്റ്റ് 45. നെക്സ്റ്റ് 55. 55 എന്ന ട്രയാങ്കുലർ നമ്പർ കിട്ടാൻ നമ്മൾ ചെയ്തത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 9 8 പ്ലസ് 9 പ്ലസ് 10 ആണ്. The sum of consecutive natural numbers from 1 to 10 is 55. 55 is a triangular number. അപ്പം 1 മുതൽ തുടങ്ങുന്ന 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 55 ആണ്. 55 ട്രയാങ്കുലർ നമ്പറുമാണ്. ഇത് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ കാര്യം നോക്കാം. 1 is equal to 1. 1 plus 3 consecutive odd numbers is equal to 4. 1 plus 3 plus 5 is equal to 9. 1 plus 3 plus 5 plus 7 is equal to 16. ഈ നമ്പറിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. സ്ക്വയർ നമ്പർ. ഈ സ്ക്വയർ നമ്പർ കിട്ടാൻ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം നിർബന്ധമൊന്നുമില്ല. 1നെ 1 കൊണ്ട് ഗുണിച്ചു, 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 കിട്ടിയെങ്കിൽ അത് 2 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് 1ഉം 3യും കൂടി കൂട്ടിയ കഴിഞ്ഞാൽ നമുക്ക് 2 ഓഡ് നമ്പർ ആണ് 2ന്റെ സ്ക്വയർ. ഇവിടെ 1 ഉൾപ്പെടെ 3 ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് കൂട്ടുമ്പോൾ അത് 3ന്റെ സ്ക്വയർ. 1 ഉൾപ്പെടെ 4 ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് കൂട്ടുമ്പോൾ അത് 4ന്റെ സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 5 ഓഡ് നമ്പേഴ്സ് തുടർച്ചയായിട്ട് കൂട്ടുമ്പോൾ അത് 5ന്റെ സ്ക്വയർ ആണ്. അത് എത്രയാണ്? 25. അപ്പൊ ഈ നമ്പേഴ്സ് സ്ക്വയർ നമ്പർ ആയതുകൊണ്ട് ആ നമ്പേഴ്സിനെ സ്ക്വയറിന്റെ ഉള്ളിലേക്ക് മാറ്റുക. ഇതിന്റെ ചുറ്റും ചുവന്ന വശം സ്ക്വയർ വരച്ചാൽ മതി. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും നോട്ട് ബുക്കിൽ. അതിനാണ് റെഡിങ് പേനൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. പറയൂ, these are triangular numbers and these are square numbers. What is the relationship of these two numbers? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. പറയൂ. അറിയാവുന്നവർ ടൈപ്പ് ചെയ്താലും മതി. അറിയാവുന്നവർക്ക് ടൈപ്പ് ചെയ്യാം. ഈ ട്രയാങ്കുലർ നമ്പറും ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബന്ധം എന്താണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും. സൂക്ഷിച്ചു നോക്കൂ, ഇവിടെയും ഇവിടെയും സൂക്ഷിച്ചു നോക്കൂ. എന്ത് കണക്ഷനാണ് നിങ്ങൾ കാണുന്നത്?
ധ്യാന, എന്തെങ്കിലും കണക്ഷൻ കാണുന്നുണ്ടോ? When we have two consecutive triangular numbers, we get a square number. ഓ, ആരാണ് ഉത്തരം പറഞ്ഞത്? Sir, Muhammad Rashdan. മുഹമ്മദ് റസ്താനാണ് പറയുന്നത്. The sum of two consecutive triangles 1 plus 3 4 6 plus 10 16 15 plus 21 36. So the sum of അതൊന്നാടാ ഒരു നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിസ്റ്റത്തിൽ തന്നെയാണ് എടുക്കുന്ന ക്ലാസ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നേരിട്ട് വന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആവർത്തനമായിട്ട് തോന്നാം. കണക്ക് എത്ര ആവർത്തിച്ച് കഴിഞ്ഞാലും മടുക്കല, പഠിക്കാൻ കൂടുതൽ. അതുകൊണ്ട് മുമ്പ് കേട്ടതാണെന്ന് വിചാരിച്ച് കളിക്കണ്ട. അവിടെ എഴുതി വെച്ചോളൂ ഈ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, NP. എന്താണ് ഇപ്പൊ മുഹമ്മദ് റസ്താൻ പറഞ്ഞ കാര്യം? അതിവിടെ എഴുതാം. പറയും മുഹമ്മദ് റസ്താൻ പറഞ്ഞ കാര്യം എന്താണ്? Sum of consecutive triangular number gives us a square number. Sum of two consecutive triangular number will get a square number. ധ്യാനം ടൈപ്പ് ചെയ്ത് കൊടുക്കണേ മോളെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. മീനാക്ഷിയില്ലെന്ന്, മീനാക്ഷി ഇന്നുണ്ടോ? ഇല്ലാന്നോ? നക്ഷത്രം ഉണ്ടോ? നക്ഷത്രം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആരോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യാണ് എല്ലാവരുടെയും. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മൈക്കിലൂടെ സംസാരിക്കാം. ഓൺ ചെയ്തിരിക്കുകയാണ്. NMMSയുടെ ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിലെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് യൂട്യൂബിലൂടെ വരിക. NMMSയുടെ റിസൾട്ട് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് 100 ക്ലാസ്സെങ്കിലും ഇങ്ങനെ കിട്ടും. ക്ലാസ്സിൻ്റെ ടൈം ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ പൂട്ടിയ സമയമായതുകൊണ്ടാണ് വൈകിട്ട് 7:30 വെക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും രാവിലെ 5:30-ക്കാണ്. രാവിലെ 5:30-ക്ക് ക്ലാസ് പങ്കെടുത്ത കുട്ടികളോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അതിലെ മിക്ക കുട്ടികൾക്കും നമ്മുടെ സ്കോളർഷിപ്പ് വിജയികളായിട്ടുണ്ട്. കാരണം അത്രയും മത്സരം നടക്കുന്ന ഒരു പരീക്ഷയാണ് NMMS. ഇതുപോലെ തന്നെ ന്യൂമാത്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തയ്യാറാവുക. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ലേൺ, നോ വൺ ക്യാൻ ടീച്ച് യു. ഇഫ് യു ആർ ഡിറ്റർമിൻഡ് ടു ലേൺ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു എന്ന് സിക്സ് സിഗ്ലർ പറഞ്ഞ കാര്യം ഓർക്കുക. നിങ്ങൾ ഡിറ്റർമിൻ ആകുക, നിങ്ങൾ തന്നെ തയ്യാറാവുക. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവരോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. പക്ഷേ ഒരുങ്ങേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇപ്പം മൈക്ക് ഓണാണ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. മൈക്ക് ഓണാണ്. ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ഉണ്ടോ? സംശയം ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ ക്ലിയർ ആണ്. ഇനി നമുക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. മത്സര പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് സം ഓഫ് നമ്പേഴ്സ്. അത് LSSൽ നിന്നാണ് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ചെറിയ രീതിയിൽ LSSരോടും വലിയ രീതിയിലോ USSും NMMSനോട് ചോദിക്കുന്ന ചോദ്യം അതാണ് എഴുതിച്ചത്. സം ഓഫ് നമ്പേഴ്സ്. എന്താണ് ഇതിന്റെ മലയാളം? അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുകയല്ല, സംഖ്യകളുടെ തുകയാണ്. എന്താണ്? സംഖ്യകളുടെ തുക.
ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാം. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് പല കോലത്തിലും വരാറുണ്ട്. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, എണ്ണൽ സംഖ്യയുടെ സമ്മ് കാണുന്നത് എങ്ങനെയാന്ന് നോക്കാം. നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, 1 മുതൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അത് എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? 1 മുതൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എപ്പോഴും എന്തായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ആരതോ മൈക്ക് റെഡിയില്ല. മൈക്ക് റെഡിയുള്ള ആൾക്കാർ പറയൂ. 1 മുതൽ 10 വരെ കൂട്ടിയാൽ എത്രയും? കോഹോസ്റ്റായ കുട്ടി ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞോളെ. ധ്യാനാവെന്ന് വേഗം പറയണം, കാരണം റെക്കോർഡ് ചെയ്യുന്നതാണ്, വൈകിക്കൂടാ നമുക്ക്. ഓക്കെ ആണോ? 1 മുതൽ 10 വരെ കൂട്ടിയാൽ 55 അല്ലേ ധ്യാന? ഓക്കെ. ഈ 55 കിട്ടുന്നതോ എങ്ങനെയാ 55 കിട്ടുന്നത്? 10 × 11/2 ആണ്. 10 എണ്ണുണ്ടെങ്കിൽ തൊട്ടടുത്ത സംഖ്യ തമ്മിൽ ഗുണിച്ചിട്ട് പകുതിയാക്കുന്നതാണ്. എവിടെ നിന്നാണ് ഈ 11 കയറി വരുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? നോക്കാം. മൈക്ക് ആരോ ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്ക് കോഹോസ്റ്റായ കുട്ടിയാന്ന് തോന്നുന്നു. ധ്യാന ആ കുട്ടികളൊന്ന് പറയണേ. അബദ്ധത്തിൽ ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് തന്നെ പിന്നീട് കേൾക്കേണ്ടതാണ്. ഈ 1 മുതൽ 10 വരെ കൂട്ടുമ്പോൾ അതിന്റെ എളുപ്പമാർഗങ്ങൾ പലതാണ്. 1ഉം 10ഉം തമ്മിൽ ചേർന്നാൽ 11 ആണ്. 2ഉം 9ഉം തമ്മിൽ ചേർന്നാലും 11 ആണ്. 3ഉം 8ഉം തമ്മിൽ ചേർന്നാലും 11 ആണ്. 4ഉം 7ഉം തമ്മിൽ ചേർന്നാലും 11 ആണ്. 6ഉം 5ഉം ചേർന്നാലും 11 ആണ്. അങ്ങനെ 1, 2, 3, 4, 5, 11 ആണ്. 5, 11, 55 ആണ്. അതൊരു വഴി. അടുത്ത വഴി നോക്കിക്കോളൂ. അതാണ് ഈ 10 × 11 വന്നത്. അടുത്ത വഴി എങ്ങനെയാണ്? ഈ 10 ഇങ്ങനെ റിവേഴ്സ് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് ഡിസെൻഡിങ് ഓർഡറിലേക്ക് പോട്ടെ. 10, 9, 8, 7, 6, 5. കോഹോസ്റ്റായ കുട്ടികൾ ഉണ്ടെന്നില്ല. 4, 3, 2, 1. കോഹോസ്റ്റായ കുട്ടികൾ ഇങ്ങനെ അനങ്ങിയാൽ എനിക്ക് വേറെ എളുപ്പമാവണ്ട. അറിയുന്നില്ല, നിങ്ങൾക്ക് പറയാലോ. ഒരു വര വരച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. 10 + 1 11, 9 + 2 11, 11, 11, 11, 11, 11, 11, 11, 11. ഓ, 11ന്റെ ഒരു ഘോഷയാത്രയാണ്. എത്ര 11കളുണ്ട് ഇവിടെ? 10 11 ആണ്. 10 11 കൂടിയാൽ എത്രയാണ്? 110 ആണ്. പക്ഷേ നമുക്ക് 55 വേണ്ടു. പക്ഷെ ഇവിടെ കിട്ടിയത് 110 ആണല്ലോ. അതെങ്ങനെ വന്നു? 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് കിട്ടുന്നെങ്കിൽ ആ അങ്ങോട്ടും കൂട്ടിയും 2 പ്രാവശ്യം കൂട്ടിക്കിട്ടെ ഇതിന് 2 കൊണ്ടും കഴിക്കണ്ടേ? അതല്ലേ വേണ്ടത്, അല്ലേ? അപ്പൊ 110 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 55. അതാണ് ഈ 10 × 11 നിങ്ങളെ തെളിയിച്ചു തന്നത്. ഇനി നമുക്ക് ഇത് നിങ്ങളോട് ചോദിക്കില്ല, കാരണം നിങ്ങൾ എന്ത് കുട്ടികളാണ്? സ്കോളർഷിപ്പ് എന്ന കുട്ടികളാണ്. സ്കോളർഷിപ്പ് എന്ന കുട്ടികളായതുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ എഴുതാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണെന്ന് എൻ്റെ ഓർമ്മ. ഒരു സന്തോഷ വാർത്ത. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ ഒരു 10 ചോദ്യം വരും. അത് ഇംഗ്ലീഷ് മീഡിയത്തിലുണ്ട്, മലയാളം മീഡിയത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. അത് എഴുതാൻ നിങ്ങൾക്കൊരു 15 മിനിറ്റ് സമയം തരും ഞാൻ. 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആ 15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ചോദ്യങ്ങൾ ഓരോന്ന് എടുത്തു നോക്കും. അപ്പം നിങ്ങളെ കൂടെ രക്ഷിതാക്കളും കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അത് വാല്യൂ ചെയ്തോട്ടെ. നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക എക്സാം നമ്പർ 1,
1 2 ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും പുതിയ കുട്ടികൾ കൂടി 1 ആവും. 1 അതിൽ എത്ര മാർക്ക് കിട്ടി എന്ന് അവിടെ കാണണം. ആ ചോദ്യം നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഇതുവരെ എൻ്റെ വായിൽ നിന്ന് വീണ കാര്യങ്ങൾ വെച്ച് മാത്രമുള്ള ചോദ്യം ചോദിക്കും. ആ ചോദ്യം നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഇതാണ്, പിടിച്ചോളൂ. What is the sum of consecutive natural numbers from 11 to 40? ഇവിടെ ഒരു ചോദ്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. 1 മുതൽ 40 വരെ അല്ല നിങ്ങളോട് ചോദിച്ചത്. 1 മുതൽ 40 വരെ ആണെങ്കിൽ 40 × 41/2 ചെയ്യാമായിരുന്നു, ചെയ്യേണ്ടി വരാം. പക്ഷേ ഇവിടെ 11 മുതൽ 40 വരെയാണെന്ന് മനസ്സിലാക്കുക. ആൻസർ ടൈപ്പ് ചെയ്തോളൂ. മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് പറയാം. ധ്യാന, മൈക്ക് ഓൺ ആണേ. കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ടോ ധ്യാന? ഇതുവരെ ടൈപ്പ് വന്നിട്ടില്ല. ചെറിയൊരു സമയം കൊടുത്തേക്കാം. സൈറ, കേൾക്കാം? സൈറ, വാട്ട്സ് യുവർ ആൻസർ? 765. കുറെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ ശരിയാണ്. 765 ആണ്. ഒരു വഴി എളുപ്പ വഴി, അത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോയാൽ പഠിക്കും. നിങ്ങൾ ഈ 11ഉം 40ഉം തമ്മിലും കൂട്ടുക. ഇത് എളുപ്പ വഴിയാണേ. ഈ 11ഉം 40ഉം തമ്മിൽ കൂട്ടിയത് എത്രയാണ്? 51. വെരി ഗുഡ്. തീർന്നില്ല. ആ 51നെ നിങ്ങളൊരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. അത് ഏത് സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ 11 മുതൽ 40 വരെ എത്ര എണ്ണം സംഖ്യകളുണ്ട് അതറിയാനുള്ള മാർഗം 40 11 കുറച്ചാൽ പോരാ. 40 11 കുറച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. പക്ഷെ 11 ഉൾപ്പെടണമെങ്കിൽ 40 കുറയ്ക്കേണ്ടത് 10 ആയിരിക്കണം. 40 നിന്ന് 10 കുറച്ചാൽ കിട്ടുന്ന 30 ആണ് 11 മുതൽ 40 വരെ. നിങ്ങൾ ഇങ്ങനെ എണ്ണിയൊക്കെ 11 12 13 ഇങ്ങനെ 40 വരെ പോയി കഴിഞ്ഞാൽ അവിടെ 30 സംഖ്യകൾ ഉണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പറയാം. 3 മുതൽ 10 വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ 7 സംഖ്യകളല്ല ഉള്ളത്. എത്ര സംഖ്യകളുണ്ട്? 8 സംഖ്യകളുണ്ട്. കാരണം ഇവിടെ 10ൽ നിന്ന് 3 കുറച്ചാൽ 7 കിട്ടൂ. പക്ഷെ 3 മുതലാണ്. 3 ഉണ്ട് അവിടെ. 3 അവിടെ ഉണ്ടാവണം. 3 മുതൽ 10 വരെ എത്ര സംഖ്യകളെന്ന് വെച്ചാൽ നിങ്ങൾ 3ന്റെ തലേത്തെ ആളാണ് 2 കുറയ്ക്കേണ്ടത്. അപ്പൊ 8 സംഖ്യകൾ ഉണ്ടാവും. അതേ രീതിയിൽ 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 10 മൈനസ് ചെയ്യുക. ഇനി നിങ്ങൾ 11 മൈനസ് ചെയ്ത് 1 കൂട്ടിയാലും മതി, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മൈനസ് ചെയ്ത ആൾ വീണ്ടും കൂട്ടുന്നുള്ളൂ. പക്ഷെ എളുപ്പം 10 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 30 സംഖ്യകളാണ്. നേരത്തെ ആരോ പറഞ്ഞു 2 പ്രാവശ്യം കൂട്ടി. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, 30/2 ചെയ്തോളൂ. എത്രയാണ് 30/2? 30ന്റെ പകുതി 15. 15നെ 51 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം 15നെ 50 കൊണ്ട് ഗുണിക്കാം. മനസ്സ് ചെയ്യാം. ഇതൊക്കെ സ്കോളർഷിപ്പിന്റെ കുട്ടികൾ ഗുണിക്കാന്നും പോയരുത്. 15നെ 50 കൊണ്ട് ഗുണിച്ചാൽ 750. ഒരു 15 കൂടി 750 കൂട്ടിയാലോ? 765. അങ്ങനെയാണ് മനസ്സ് ചെയ്യുക. മുഹമ്മദ്, ഇത്രയും ചെയ്ത ഉത്തരമായോ? 2 വരവാണ്. അത് അവരോട് മറന്നിരിക്കില്ല. 2 വരവാണ്. ഇതാണ് ഒരു വഴി. ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടുന്നു. 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് നോക്കുന്നു. ആ സംഖ്യകൾ 30 എണ്ണാണെങ്കിൽ 30ന്റെ പകുതി എടുക്കുന്നു. 15. 15നെ 51 ഗുണിക്കുന്നു. ഈ വഴിയാണ് എളുപ്പം.
പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള വഴി വേറെയാണ്. എങ്ങനെയാണ് അതും ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇങ്ങനെ ഓരോ ക്ലാസ് നടക്കുമ്പോൾ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. അത് ഞാൻ എടുക്കാത്തോ വരും എടുത്തോ വരും. അത് നിങ്ങളങ്ങ് ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരോട് കൂടി ചോദിച്ചിട്ട് മനസ്സിലാക്കി ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞു 11 മുതൽ 40 വരെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 1 മുതൽ 40 വരെയാണ് നമ്മളോട് ചോദിച്ചിരുന്നു എങ്കിൽ സൈറ അതെങ്ങനെ കണ്ടുപിടിക്കുക? 40 into 41/2 ആണ്. 40 into 41/2 എന്ന് പറഞ്ഞാൽ 40യുടെ പകുതി എന്ന് പറഞ്ഞാൽ 20 ആണ്. 20യെ 41 കൊണ്ട് ഗുണിച്ചാൽ 41ന്റെ ഇരട്ടിയായ 82ന്റെ കൂടെ ഒരു 0 കൂടി 820 വരും. അതാണോ? യെസ്. അത് 40 1 മുതൽ 40 വരെയാണ് 820. പക്ഷേ നമുക്ക് 820 ആവശ്യമില്ല. കാരണം നമ്മളോട് ചോദിച്ചത് 11 മുതലാണ്. 11 മുതൽ ചോദിച്ചാൽ ഇവിടെ ആവശ്യമില്ലാത്ത 820 കയറിക്കൂട്ടിയത് ആരാണ്? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണ്. നേരത്തെ പറഞ്ഞ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക 55 ആണ്. ഈ 55 ഇതിൽ നിന്ന് കുറച്ച് കളിയാ. 820 55 കുറച്ചാലും 765. ഇതും 765, ഇതും 765. ധ്യാന, ഇതിലേതാണ് എളുപ്പം? ആദ്യം പറഞ്ഞ മെത്തേഡ്. പക്ഷേ ആദ്യം പറഞ്ഞ മെത്തേഡില് കണക്ക് എന്നൊരു സംഭവം പിന്നെ ഒരു തലയിലൂടെ പോകുന്നതിലാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ അറിയാം. അതേ സമയത്ത് മറ്റൊരു ഈസി മെത്തേഡാണ്. ഇതാണ് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അരിത്തമെറ്റിക് സീരീസ് എന്നൊരു സാധനം പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന നമുക്ക് ഇതാ പഠിക്കുക. അപ്പം നമുക്ക് തൽക്കാലം നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തരുന്നത് 10 ചോദ്യങ്ങളാണ്. 15 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന ചോദ്യമേ ഉള്ളൂ. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രത്യേകം ഉണ്ട്. പ്ലസ് പിന്നെ ഒരു 50നെ 50 കൊണ്ട് ഒന്നിനെ 50 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെയാണ് 5050 കിട്ടുന്നത്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം എഴുതിയാൽ മതി എന്ന് പറയാൻ കാരണം. യെസ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ 5050 ആണ്. റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. What is the difference of the sum of the first 50 consecutive even numbers and the first 50 consecutive odd numbers? ഓക്കെ. വേറെ ഏതൊരു കുട്ടി അവിടെ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കാം. അതുകൊണ്ടാണ് മറ്റു കുട്ടികളും മൈക്ക് ഓഫ് ചെയ്താൽ. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സും എന്താണ് ചോദിച്ചാൽ 50 നാച്ചുറൽ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണോ? യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ 5 ഓഡ് നമ്പർ ഒന്ന് കൂട്ടി വെക്കാം. 1 + 3 + 5 + 7 + 9. 5 ഓഡ് നമ്പേഴ്സ് 1 ഉൾപ്പെടെ കൂട്ടുമ്പോൾ 5 എണ്ണമാണെങ്കിൽ അത് 5ന്റെ സ്ക്വയർ ആയിരിക്കും, 25 ആയിരിക്കും. 1 ഉൾപ്പെടെ എത്ര ഓഡ് നമ്പർ ഉണ്ടോ അത് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഉത്തരം എന്ന് പറയാൻ 25. ഇനി 2 + 4 + 6 + 8 + 10. Here we have 5 even numbers. 5 even numbers തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ 2 മുതൽ തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ അത് 5 × 6 ആയിരിക്കും. അപ്പൊ ഒരു 5 കൂടെ കൂടുകയാണ്. 6 × 5 30. സോറി. അപ്പൊ ഇവിടെ 25 ഓഡ് നമ്പേഴ്സിന്റെ സം 25ഉം ഈവൻ നമ്പേഴ്സിന്റെ സം 13 വരുമ്പോൾ ഈ 25ഉം 13 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5. ആ 5 ഈ എണ്ണമായിരിക്കും. 1 2 3 4 5. അപ്പം ഈ ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മും ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സിന്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസം 5 ആയിരിക്കും. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിന്റെ സമ്മും ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിന്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 10 ആയിരിക്കും. ആദ്യത്തെ 50 ഓഡ് നമ്പേഴ്സിന്റെ സമ്മും ആദ്യത്തെ 50 ഈവൻ നമ്പേഴ്സിന്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസമോ 50 ആയിരിക്കും. യെസ്. റീഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 50 ആണ് ഉത്തരം. യെസ്.
the 30th triangular number? ഓ 30th ട്രയാങ്കുലർ നമ്പർ കണ്ടുപിടിക്കാൻ 30 into 31/2 ആണ്. 31/2. അത് 13ന്റെ പകുതി 15 ആണ്. 15നെ 31 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാ? 465. 465. Okay. And fourth question. What is the sum of consecutive natural number from 11 to 40? അതിപ്പോ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. 11 to 40 അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം. 760. അതിപ്പോ നമ്മൾ ക്ലാസ് പറഞ്ഞതാണ്, അതുകൊണ്ട് എളുപ്പമായി. ഓക്കെ, പിന്നെ അടുത്തത് What is the product of first 10 consecutive whole numbers? 10 കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പർ അല്ലേ? ഹോൾ നമ്പറിൽ 0 ഉണ്ടാവൂലേ? Yes. 0 ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ എത്രയാ? 0 ആയി. വെരി ഗുഡ്, 0 ആയി. ഓക്കെ, അപ്പൊ ഹോൾ നമ്പറിൽ 0 ഉണ്ടാവും, അതുകൊണ്ട് 0 ആയി. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many two-digit numbers are there whose product of the digit is a prime number? How many two-digit numbers are there whose product of digit a prime number? അപ്പൊ പ്രൈം നമ്പർ എന്താണെന്ന് അറിയണം. 2, 3, 5, 7 these numbers. ഇത്ര നമ്പേഴ്സിന് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ, രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ധ്യാനം അന്ന് ഓർമ്മിക്കണം ഫാക്ടേഴ്സിനെ പറ്റി പറയാൻ. അപ്പൊ പ്രൈം നമ്പറിനെ പറ്റി പ്രത്യേകം പറഞ്ഞുതരാം. ഈ പ്രൈം നമ്പർ അതേ സ്ഥലത്ത് നിങ്ങളോട് ചോദിച്ചത് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 12 എന്ന സംഖ്യ 12ലെ 1ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 ആണ്. 2 പ്രൈം നമ്പറാണ്. 12 തിരിച്ചിട്ട് 21. 21ലെ 1ഉം 2ഉം തമ്മിൽ ഗുണിച്ചാൽ 2 ആണ്, അതും പ്രൈം നമ്പറാണ്. അപ്പൊ 1 12, 1 21. അടുത്തതോ 13. ആഹാ, 13. അടുത്തത് 31. അടുത്തത് 15. ആ 51. നെക്സ്റ്റ് 17. നെക്സ്റ്റ് 71. ഇതൊക്കെ തമ്മിൽ കുടിച്ചാൽ പ്രൈം നമ്പർ ആണ് കിട്ടുക. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ അതിന്റെ ആൻസർ 8 ആണ്. ആരെങ്കിലും 8 എഴുതിയിട്ടുണ്ടോ? യെസ്, 8 ആണ്. ഇനി നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following is a composite number? ഓപ്ഷൻസ് വായിക്കും. 31, 41, 51, 61. അതിൽ 51 ആണ് ശരി. 51 is not a prime number. 51 is a composite number because 51 has more than 2 factors. The 1 and 51 and 3 into 17. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. 3 into 17 51 ആണ്, നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായിട്ട് അറിയുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും തിരിച്ചറിയാൻ പറ്റും. യു ഹാവ് ടു ബൈ ഹാർട്ട് ദ ഫസ്റ്റ് 25 പ്രൈം നമ്പേഴ്സ്. അടുത്ത ക്ലാസ്സിൽ. യെസ്, അടുത്ത വായി. ഇപ്പോൾ 51. നമ്പർ 8. Which is the 99th odd number? ഓ, Which is the 99th odd number? 99ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? ഞാൻ ചോദിക്കട്ടെ, 5ാമത്തെ ഓഡ് നമ്പർ ഏതാ? 9. 5ന്റെ ഇരട്ടി നിന്ന് കുറച്ചാൽ മതി. 10ാമത്തെ ഓഡ് നമ്പർ ഏതാ? 10ന്റെ ഇരട്ടി നിന്ന് കുറച്ചാൽ മതി. 19. 20ാമത്തെ ഓഡ് നമ്പർ ഏതാ? 20ന്റെ ഇരട്ടി നിന്ന് കുറച്ചാൽ മതി. 39. ആ, ഇനി 99ാമത്തെ ഓഡ് നമ്പർ ഏതാ? 179. അപ്പൊ 99ന്റെ ഇരട്ടി എത്രയാ? 190. 99ന്റെ ഇരട്ടി എത്രയാ? 198. ആ, 198 നിന്ന് 1 കുറച്ചാൽ എത്രയാ? 197. അപ്പൊ 197 ഉത്തരം. നെക്സ്റ്റ്. Next, ninth question. What is the sum of 100 consecutive odd numbers starting from 21? അത് കുറച്ച് പഠിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ തന്നെ ഓർമ്മിച്ചാൽ മതി. തൽക്കാലം നിങ്ങൾ ആ 21 തിരിച്ചിടുക. 21 തിരിച്ചിട്ട് എത്രയാ? 12. അതിന്റെ കൂടെ 3 0 ചേർത്താൽ മതി. കാരണം ബാക്കി പറയാൻ സമയമില്ല, അടുത്ത ക്ലാസ് പറയാം. 12,000 ആണ് ഉത്തരം. അത് എളുപ്പമാർഗം 21 തിരിച്ചിടുക. എല്ലാത്തിനും ബാധകമല്ല, ചില സംഖ്യക്ക് 31, 21, 11 ഒക്കെ ബാധകമാണ്. 21 തിരിച്ചിട്ടാൽ എത്രയാ? 12.
ആ 12ന്റെ കൂടെ 3 0 ചേർത്ത് എത്രയാ? 12,000. 12,000. അതാണ് ഉത്തരം. അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇനി 10ാമത്തെ ചോദ്യം. 9 players in a team shook hands ആ each other. ആ Number of shake hand done is ഓക്കെ. അപ്പോ സാധാരണ നമ്മൾ കാണാറുള്ളതാണ് ഈ കളിക്കാർ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അത് ഒരു ഫുട്ബോൾ ടീമിൽ എത്ര കളിക്കാരുണ്ടാവും? 11. ഈ 11 കളിക്കാരും പരസ്പരം ഹസ്തദാനം ചെയ്തു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ആ ഷെയ്ക്ക് ഹാൻഡ് എണ്ണം നിങ്ങൾക്ക് എപ്പോഴും ഒരു ട്രയാങ്കുലർ നമ്പറിൽ അവസാനിക്കും. 5 കളിക്കാരുണ്ടെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് എണ്ണം 5 പേർ ഒന്നിച്ചിരുത്തിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു നോക്കൂ. നിങ്ങൾ 5 പേർ ഒന്നിച്ചിരുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ 5 കളിക്കാരുണ്ടെങ്കിൽ അവിടെ ഷെയ്ക്ക് ഹാൻഡ് എണ്ണം 5നെ 4 കൊണ്ട് ഗുണിക്കുക, 5നെ തൊട്ട് താഴെയുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. അതിനാൽ 20, 20ന്റെ പകുതി എത്രയാണ്? 10. 10 ആണ്. 5 × 4/2 തൊട്ട് താഴെയുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10 ഉള്ള ട്രയാങ്കുലർ നമ്പറാണ്. ഇനി 6 കളിക്കാറുണ്ട്. 6 കളിക്കാർ പരസ്പരം ഹസ്തദാനം ചെയ്തു. 6 പേർ. 6നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 4 അല്ല, 6ന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ. 6നെ ഏതുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട്. 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 30. 30യുടെ പകുതി എത്രയാ? 30യുടെ പകുതി എത്രയാ? 30യുടെ പകുതി എത്രയാ? 15. 15 ഒരു ട്രയാങ്കുലർ നമ്പറാണ്. ഇനി ഇവിടെ 11 കളിക്കാരുണ്ടെങ്കിൽ 11നെ തൊട്ട താഴെയുള്ള 10 കൊണ്ട് ഗുണിക്കുക, പകുതിയാക്കുക. അത് നമുക്കറിയുന്ന എത്രയാണ്? 55. അപ്പോ ഒരു ഫുട്ബോൾ ടീമിലെ 11 കളിക്കാർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അവിടെ ഷെയ്ക്ക് ഹാൻഡിന്റെ എണ്ണം എപ്പോഴും വരുന്നത് ട്രയാങ്കുലർ നമ്പറിലാണ്. അപ്പൊ 55 ആണ്. ഈ 10ൽ 10 കിട്ടിയ കുട്ടികൾ ആരെങ്കിലും 10ൽ 9, 8. ധ്യാനക്ക് എത്ര മാർക്കുണ്ട്? 9. വെരി ഗുഡ്. ഇനി 8. മുഹമ്മദ് അസ്താൻ എത്ര? എത്ര? 9. ആ 9 കിട്ടിയ 2 പേരെ കിട്ടി. ആ പിന്നെ ശരി. മുഹമ്മദ് അസ്താൻ തെറ്റിപ്പോയ ചോദ്യം ഏതാ? ആ 10ാമത്തെ ക്വസ്റ്റ്യൻ 9 players ഉണ്ടെന്നാ. 9 പ്ലേയേഴ്സാ ചോദിച്ചത്? Yes, sir. അതല്ലേ നമ്മൾ പറയണ്ടേ? 9 പ്ലേയേഴ്സ് ആണ് ചോദിച്ചെങ്കിൽ 9നെ 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 10ാമത്തെ ചോദ്യം ഞാൻ വിചാരിച്ച 11 പ്ലേയേഴ്സ് ആണ്. നിങ്ങളോട് 9 പ്ലേയേഴ്സ് ആണ് ചോദിക്കുന്നത്. 9നെ 8 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കണം. എത്രയാണ്? 36. അപ്പൊ 36 ശരി. 55 11 പ്ലേയേഴ്സ് ഉണ്ടെങ്കിലാണ് 36 ശരി. 9 പ്ലേയേഴ്സ് ആണെങ്കിൽ 9നെ 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ. അപ്പൊ 10ൽ 10 കിട്ടിയോ? ഇല്ലേ? ഇല്ല സർ, എനിക്ക് തന്നെയാണ്. അതെ. എനിക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിയ. ശരി, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ കുറച്ച് മുന്നോട്ട് പോയി. നമ്മൾ 1 മണിക്കൂറിലധികമായി. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നോട്ട് ബുക്ക് വാങ്ങുക. ഞാൻ പറഞ്ഞ പോലെ സ്കെയില് പെൻസിലൊക്കെ കരുതി നല്ല വൃത്തിയിൽ നോട്ട് ബുക്ക് സൂക്ഷിക്കുക. സ്കൂളുകളിൽ ഞാൻ വന്ന് നേരിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആ നോട്ട് നിങ്ങൾ കാണിക്കുക. ധാരാളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയ കുട്ടികൾ ചേച്ചിമാരോടൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്യുക. അത് ന്യൂമാത്സ് ആയാലും ഇല്ല, LSS ആയാലും USS ആയാലും എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഒരു ക്ലാസ്സും മുടങ്ങരുത്. നിങ്ങളുടെ കൂട്ടുകാരോടും ഇങ്ങനെ ക്ലാസ് ആരംഭിച്ച വിവരം പറയുക. കാരണം എപ്പോഴും ഏതൊരു മത്സര പരീക്ഷയ്ക്കും അവസാനത്തെ 2-3 മാസം കൊണ്ട് ഉരുട്ടിയെടുക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഉറപ്പായിട്ടും നടക്കില്ല. നിങ്ങൾ ആദ്യമേ പഠിക്കണം. ഇതിൻ്റെ ബേസ് ഉണ്ടാവണം. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും